നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ ഒരു പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിന് ചെറുപയർ പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ ഒരു അരിപ്പയിൽ വെള്ളമൊക്കെ പോകാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ചട്ടി എടുത്ത് അതിൽ നെയ്യ് ഒഴിച്ച് പരിപ്പ് നന്നായി വറുത്തെടുക്കണം. നന്നായി വറുക്കാൻ ഭയങ്കര ഒരു ഗോൾഡൻ കളറിലോട്ട് മാറണ്ട, എന്നാലും അത് ആ ഗോൾഡൻ കളർ ആവണതിന് തൊട്ട് മുമ്പുള്ളൊരു പരുവം. ഏകദേശം ഇതുപോലെ ഒരു ആ പരിപ്പിന് മുകളൊക്കെ ഇങ്ങനെ ഒരു ഷൈനിങ് പോലെ വരും. അതുവരെ ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മളൊരു കുക്കർ എടുത്ത് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച പരിപ്പും ചേർത്ത് കുറച്ച് വെള്ളം ചേർക്കണം. അതായത് വെള്ളം എന്ന് വെച്ചാൽ ഈ പരിപ്പിന് തൊട്ട് മീതെ നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ചേർത്ത് കുക്കറിൽ ഒരു 2 വിസിൽ അടുപ്പിക്കാം. അപ്പോൾ പരിപ്പ് വേവണ സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനിയാക്കാൻ വെക്കാം. അപ്പോൾ ശർക്കര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കര എടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ഉരുക്കാൻ മാറ്റി വയ്ക്കാം. എന്നിട്ട് അത് അരിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ അപ്പോഴേക്കും പരിപ്പ് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ പരിപ്പ് ഒരു ഉരുളിയിൽ അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കണം. അതിൽ വെള്ളമൊക്കെ പോണ വരെ നല്ലോണം വഴറ്റിയെടുക്കാം. എന്നിട്ട് നന്നായി വഴന്ന് വരുമ്പോൾ നമുക്കതിൽ നമ്മൾ നേരത്തെ പാനിയാക്കി വെച്ചിട്ടുള്ള ശർക്കര ചേർക്കാം. അപ്പോൾ അത് നന്നായി അരിച്ചിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട്. എന്നിട്ട് ഈ ശർക്കര പാനി ചേർത്ത് കുറേ നേരം ഇങ്ങനെ വരട്ടി എടുക്കണം. അതാണ് ഒരു ടാസ്ക് ഉള്ളത്. കുറേ നേരം ഇരുന്ന് വരട്ടണം. അപ്പോൾ അത് നന്നായി ഞാൻ വിറകടുപ്പിലാണ് വെച്ചത്, അതാകുമ്പോൾ പെട്ടെന്ന് ആയിക്കോളും. അപ്പം നന്നായി ശർക്കര പാനി ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുക്കുക. അതൊന്ന് വരണ്ട് വരുമ്പോൾ നമുക്ക് 3-ാം പാൽ ചേർക്കാം. അപ്പോൾ 3-ാം പാൽ ചേർക്കണ്ടാത്തവർക്ക് 2-ാം പാൽ ചേർത്ത് പിന്നെ 1-ാം പാൽ അങ്ങനെ ചേർത്താൽ മതി. അപ്പം ഞാൻ ഇവിടെ 3-ാം പാൽ ചേർത്തു. എന്നിട്ട് 3-ാം പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ 2-ാം പാൽ ചേർക്കാം. 2-ാം പാൽ ചേർത്തിട്ട് ഇതേപോലെ നന്നായി ഇളക്കി നല്ലോണം തിളച്ചോട്ടെ. 2-ാം പാലൊന്നും തിളച്ചാലൊരു കുഴപ്പമില്ല. എന്നിട്ട് നന്നായി തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് വീണ്ടും 1-ാം പാൽ ചേർക്കാം. 1-ാം പാൽ ചേർത്തിട്ട് പിന്നെ അധികം തിളപ്പിക്കാൻ നിൽക്കണ്ട. കൈ വിടാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. പിന്നെ നമുക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർക്കണേ. ചുക്കുപൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്താൽ നല്ലതാണ്. ചുക്കുപൊടി ഉണ്ടായില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വെച്ച് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ 1-ാം പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൈവിടാണ്ട് ഇളക്കണം. അധികം തിളപ്പിക്കാണ്ട് കൈവിടാണ്ട് ഇളക്കി എടുക്കുക. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമുക്ക് കശുവണ്ടിയും ഉണക്കമുന്തിരിയും നെയ്യിൽ നന്നായി വറുത്ത് അതിലേക്ക് ഇടാം. ഇനി നെയ്യിലേക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് അതൊന്ന് കളർ മാറി വന്നതിന് ശേഷം പിന്നെ ഉണക്കമുന്തിരി ഇട്ട് മൂപ്പിക്കുന്നതാണ് നല്ലത്. രണ്ടും കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പൊന്ന് മൂപ്പാവണേക്ക് മുമ്പേ ഉണക്കമുന്തിരി പെട്ടെന്ന് അങ്ങ് മൂത്ത് പോവും. അപ്പോൾ അതുകൊണ്ട് ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ടൊന്ന് മൂത്തതിന് ശേഷം പിന്നെ ഉണക്കമുന്തിരി ഇടുന്നതാണ് ഇഷ്ടം. പിന്നെ ഈ അധികം മൂപ്പിക്കാത്ത അണ്ടിപ്പരിപ്പാണ് ഇഷ്ടം എന്നുള്ളവർ രണ്ടും കൂടെ ഒരുമിച്ചിട്ടോ കേട്ടോ. വേണമെങ്കിൽ തേങ്ങക്കൊത്തും കൂടി ഇട്ടൊന്ന് മൂപ്പിക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മുടെ പായസത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് നല്ല വാഴയിലയിൽ നല്ല ചൂട് പായസം ഒഴിച്ച് പപ്പടവും പഴമൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്.